പാലോട് രവിയുടെ രാഷ്ട്രീയ വിലയിരുത്തൽ കോൺഗ്രസിനെ തിരിച്ചു കയറാൻ കഴിയാത്ത കുഴിയിലേക്ക് വീഴ്ത്തുന്നത്. തലസ്ഥാന ജില്ലയിലെ DCC പ്രസിഡന്റ് പാർട്ടി പ്രവർത്തകനോട് നടത്തിയ രാഷ്ട്രീയ വിലയിരുത്തൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന്റെ ഇന്നും നാളെയും എന്താണെന്നുള്ള രണ്ടാം നിര നേതാക്കളുടെ കാഴ്ചപ്പാടായി വേണം കണക്കാക്കാൻ. വരാൻ പോകുന്ന പഞ്ചായത്ത്, നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നീക്കങ്ങളും സമീപനവും ഭാവിയും എന്താകുമെന്ന് രാഷ്ട്രീയം കൈകാര്യം ചെയ്ത ഒരു രാഷ്ട്രീയക്കാരന്റെ വിലയിരുത്തലായി പാലോട് രവിയുടെ ഫോൺ സംഭാഷണത്തെ കാണാം. കേരളത്തിലെ ശരാശരി കോൺഗ്രസ് നേതാക്കളുടെ മനസ്സിൽ സൂക്ഷിക്കുന്ന രഹസ്യമായി, വികാരമായി വേണം പാലോടിന്റെ വാക്കുകളെ കാണാൻ. ഇത് പരസ്യമായത് കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ അവസാന പ്രതീക്ഷയും ഇല്ലാതാക്കുന്നതാണ്. ഫോൺ സംഭാഷണം പുറത്തായതോടെ തിരുവനന്തപുരം DCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പാലോട് രവി രാജിവെച്ചിരിക്കുകയാണ്. എന്നാൽ രാജികൊണ്ട് ഈ വിവാദ ഫോൺ സംഭാഷണത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള വസ്തുതകളിൽ നിന്ന് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് മുഖം രക്ഷിക്കാനാകില്ല. പാലോട് രവി സമർപ്പിച്ച രാജി സ്വീകരിച്ചതായി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA അറിയിച്ചു. സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന് പ്രഥമ ദൃഷ്ടിയാൽ ബോധ്യപ്പെട്ടതിനാൽ വാമനപുരം ബ്ലോക്ക് ജനറൽ സെക്രട്ടറി A. ജലീലിനെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതായും സണ്ണി ജോസഫ് അറിയിച്ചു. എന്നാൽ വിവാദം ഫോൺ സംഭാഷണത്തിലെ കാര്യങ്ങളെക്കുറിച്ച് സണ്ണി ജോസഫ് പ്രതികരിച്ചിട്ടില്ല. DCC പ്രസിഡന്റ് പാലോട് രവി വാമനപുരം ബ്ലോക്ക് ജനറൽ സെക്രട്ടറി A. ജലീലുമായി നടത്തിയ ഫോൺ സംഭാഷണമാണ് ഇപ്പോൾ കോൺഗ്രസിന് തലവേദനയായിരിക്കുന്നത്. സംസ്ഥാനത്ത് LDF വീണ്ടും തുടർഭരണം നേടുമെന്നും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്ക് പോകുമെന്നുമാണ് പാലോട് രവി ഫോണിൽ പറഞ്ഞത്. തദ്ദേശ തെരഞ്ഞെടുപ്പോടെ കോൺഗ്രസ് ഇല്ലാതാകുമെന്നും പാലോട് രവി ഫോൺ സംഭാഷണത്തിൽ പറയുന്നുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിച്ചതുപോലെ കാശ് കൊടുത്ത് BJP വോട്ട് പിടിക്കുമെന്നും തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടി 3ാം സ്ഥാനത്തേക്ക് വീഴുമെന്നും മാർക്സിസ്റ്റ് പാർട്ടി ഭരണം തുടരുമെന്നുള്ള വിലയിരുത്തലാണ് പാലോട് രവി പങ്കിട്ടത്. ഇതോടെ കോൺഗ്രസ് പാർട്ടിക്ക് അധോഗതിയായിരിക്കുമെന്നും പാലോട് രവി പറഞ്ഞിരുന്നു. പരാമർശം വിവാദമായതോടെ വിശദീകരണവുമായി രവി രംഗത്ത് വന്നിരുന്നു. ഒറ്റക്കെട്ടായി നിന്ന് ഭിന്നത പരിഹരിച്ചില്ലെങ്കിൽ പരാജയമുണ്ടാകുമെന്ന താക്കീതാണ് താൻ നൽകിയതെന്നും കൃത്യമായി പ്രവർത്തിച്ചില്ലെങ്കിൽ അത് പാർട്ടിയെ ഇല്ലാതാക്കുമെന്ന സന്ദേശം നൽകാനാണ് ഉദ്ദേശിച്ചതെന്നും പാലോട് രവി പറഞ്ഞു. ശബ്ദരേഖ പുറത്തുവന്നതിൽ ഗൂഢാലോചന ഉണ്ടെന്ന് കരുതുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ തലസ്ഥാനത്തെ കോൺഗ്രസ് DCC പ്രസിഡന്റിന് പോലും കോൺഗ്രസിന്റെ ഭാവിയിൽ പ്രതീക്ഷയില്ലെന്ന് പരസ്യമായിരിക്കുന്ന അവസ്ഥയിൽ കോൺഗ്രസിന്റെ മുന്നോട്ടുള്ള പ്രയാണം അത്ര എളുപ്പമാകില്ല. ഇത് കോൺഗ്രസ് അണികളിൽ പോലും ആശയക്കുഴപ്പം ഉണ്ടാക്കും. രാഷ്ട്രീയത്തിനതീതമായി വോട്ട് ചെയ്യുന്ന ജനവിഭാഗത്തിൽ വിജയസാധ്യതയില്ലാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറുമെന്നതും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന്റെ വിജയസാധ്യതയെ ബാധിക്കുമെന്നത് തീർച്ചയാണ്.